ചമര അപ്പോൾ നമ്മൾ പോൾ റോഡ് ഉപയോഗിച്ച് വേട്ടാണ്ടെത്തുകയാണ്. ചെറിയൊരു ഹുക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, കഴിച്ചുകൊണ്ടിടാൻ പറ്റിയ ഹുക്കാണിത്. ഇതിൽ നമുക്ക് കരിമീനെ പോലും അനായാസം പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബെയ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഉണ്ട പോലെ ആക്കിയിട്ട് കുറച്ചൊരു ഉണ്ട പോലെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് സ്പോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് മീനെ ബെയ്റ്റ് കൊത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ആ രീതിയിലാണ് നമ്മൾ ബെയ്റ്റ് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ അല്പം ദൂരത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കണം. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊടി അടി മീനുകൾ നമ്മൾ ചൂണ്ടയിൽ പ്രതീക്ഷിക്കുക അവിടുന്ന്. അപ്പോൾ ഫ്ലോട്ട് അടിച്ച് മീൻ താഴ്ന്ന സെക്കൻഡിൽ തന്നെ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കണം. ആ ഹുക്കപ്പിൻ്റെ ടൈമിങ് ഒരിക്കലും നമ്മൾ മീൻ കൊത്തി ഇത് കറക്റ്റ് വെയിറ്റാണ്. നമ്മളത് കുറച്ചും കൂടെ ബെയ്റ്റ് ഒന്നും കൂടെ മഴ ചേർത്ത് സെറ്റാക്കി എടുത്തുകൊണ്ട് കറക്റ്റ് ബെയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഹുക്കിൽ നിന്ന് പോകത്തില്ല, നമുക്ക് മീനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ബെയ്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ അവിടെ നിന്ന് മാറത്തില്ല. നമുക്ക് ഓരോ മീനെയും ഒന്നിനായിട്ട് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. വലിയൊരു മീൻ്റെ അടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുട്ട കരിമീനൊക്കെ ഇതിലെ പാളിപ്പാളി നടക്കുന്നുണ്ട്. വലിയ മീനാണ് കയറി അടിക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകും. ആ സമയത്ത് തന്നെ നല്ലൊരു തീപാറിന് ഹുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ചൂണ്ടയിൽ ലോക്കാക്കി കിട്ടും. ശരിക്കും മീൻ കൊത്തുന്നുണ്ട്, അത് ഫ്ലോട്ട് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഫ്ലോട്ട് അടിച്ച് താഴ്ന്ന സെക്കൻഡ് വേണ്ടിയാണ് നമ്മൾ കാത്തിക്കുന്നത്. ചെറിയ മീനുകളാണ് ഇങ്ങനെ കൊത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ താത്തേണ്ട കാര്യമില്ല. പക്ഷേ വലിയൊരു മീൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്ലോട്ട് അടിച്ച് താഴുമ്പോൾ തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പിടിക്കാനില്ല, പിന്നെ അവൻ ലോക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമ്മുടെ ബെയ്റ്റ് അവൻ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത ബെയ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹുക്കിൽ കോർത്ത് അവിടെ ഇടുകയാണ്. സമയം പാഴാക്കരുത്, അതാണ് ഈ ചൂണ്ടയിടലിൻ്റെ മെയിൻ കാര്യം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹുക്കിൽ കോർത്ത് അടുത്ത ബെയ്റ്റ് അവിടെ ഇറക്കുക. നമുക്ക് ഉറപ്പായിട്ടും കരിമീൻ്റെയോ അതുപോലെ അല്ലെങ്കിൽ മുട്ടൻ്റെ കുറുവയുടെയോ സിലോപ്പിയുടെയോ അടി കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബെയ്റ്റ് സെറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കൊത്തിന് വേണ്ടി കാത്തിരിക്കണം. ബെയ്റ്റ് അങ്ങ് ചെന്ന് വീണുള്ളൂ, അപ്പോഴത്തേനും മീനുകൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്കൊരു ചിമിട്ട മീൻ ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. പോളോട് ഉപയോഗിച്ചാണ് നമ്മൾ വേട്ട നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മീൻ പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. ഇതിൻ്റെ അകത്ത് കരിമീനൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ അമ്മ പോളോട് വളച്ചങ്ങോട്ട് നിർത്തും. പിന്നെ ഒരു വട്ടം നമ്മൾ ഈ പോളോഡിൽ മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ മീനെ പിടിക്കാൻ പോലും നമ്മൾ ഈ പോളോഡിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കടലിൽ പോലും ചൂണ്ടക്കാർ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരാനായിട്ട് മെയിനായിട്ട് ഈ പോളോഡാണ് ഉപയോഗിക്കാറ്. ചെമ്പല്ലിയൊക്കെ ഒടിച്ച് കളയാറുണ്ട് പോളോഡ്, എങ്കിലും വീണ്ടും അടുത്ത പോളോഡ് മേടിക്കും. അതാണ് ഈ പോളോഡിൽ മീൻ പിടിക്കുമ്പോൾ ഉള്ളൊരു ഫീല്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് മീനടിച്ച് താത്തുന്നത് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മളൊരു തീപാറ ഹുക്കപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും.